ഇങ്ങനൊരു ചിക്കൻ ഫില്ലറ്റ് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൗദിയിൽ ജിദ്ദയിലും ദുബായിൽ 2 ഔട്ട്ലെറ്റുള്ള അതേ അൽബേക്ക് അല്ല ഇത്. ഇത് ഇന്ത്യയിലുള്ള ഒരു അൽബേക്ക് ഫിയസ്റ്റോ എക്സ്പ്രസ് ആണ്. പക്ഷേ ഇവിടെയും സൗദിയിൽ കിട്ടുന്ന പോലെയുള്ള ഒരു തരം നഗറ്റ്സ് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ് കേട്ടോ. ഇന്ത്യയിൽ അൽബേക്ക് എന്നുള്ള പേരുടെ രജിസ്ട്രേഷൻ ഇവർക്കാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കാർഡാണ് പേ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ നഗറ്റ്സും ചിക്കൻ പോപ്സും കൂടെ ഒരു ഗാർലിക് ഡിപ്പുമാണ്. വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങണേക്കാളും എനിക്ക് ലാഭമായിട്ട് തോന്നിയത് തൊട്ടപ്പുറത്തുള്ള നില കേറ്ററിംഗിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങുന്നതാണ്. ഈ ബോട്ടിൽ എനിക്ക് 40 രൂപയുള്ളൂ, അവിടെ 75 ആയിരുന്നു ഒരു ഗ്ലാസ്സിന്. അപ്പോൾ ഞാൻ എന്തായാലും ഓർഡർ പ്ലേസ് ചെയ്തു, വെയിറ്റ് ചെയ്തു. ഓർഡർ റെഡി ആയെന്നുള്ള ബോർഡിൽ കണ്ട് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് കളക്ട് ചെയ്യാണ് ഉണ്ടായത്. എന്തായാലും കളക്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്, ഈ നഗറ്റ്സ് കുറച്ച് കരിഞ്ഞു പോയാന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ അകത്ത് പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വിശന്ന് വളർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് കാര്യമൊക്കെയില്ല. അനുഭവിക്കാൻ അങ്ങനെ തോന്നി. ചിക്കൻ പോപ്സ് കാണാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും ചിക്കൻ ഫില്ലറ്റ്സ് എന്നാണ് ഈ ഇവിടുത്തെ ഈ ഒരു നഗറ്റ്സിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പേര് അത് തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും സംഭവം കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്താണെന്ന് പറയാം. കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, നല്ല കറുമുറാന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇത് പൊളിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കാണുന്നത്. അകത്ത് എന്തോ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിച്ച് നോക്ക്. അതാണ് അവരുടെ മെയിൻ സാധനം എന്നാണ് പറയണത്. ചിക്കൻ ഫില്ലറ്റ് തന്നെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ബോൺലെസ് ആണല്ലോ. ഇത് എന്തോന്ന് പറച്ചില്ലാണ് പറഞ്ഞത്. കുറച്ചും കൂടി പതിയെ പറയായിരുന്നു, അപ്പൊ ആൾക്കാർക്ക് എല്ലാവർക്കും കേൾക്കും. വല്ല റിയാക്ഷനോടെ തന്നെ വേണമെന്നല്ല. ഇഷ്ടപ്പെട്ട പക്ഷെ മോഹൻ കണ്ട ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. നല്ല മണമല്ലേ, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അല്ലെങ്കിൽ ഈ എല്ലില്ലാത്ത ചിക്കൻ കഴിക്കാനാണ് താല്പര്യം. ബോൺലെസ് ആണ് എനിക്കിഷ്ടം. ഞാൻ കറി മേടിച്ചാലും ബോൺലെസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ അത് മേടിക്കുള്ളൂ. വെറുതെ എന്തിനാ എല്ലിന്? എനിക്ക് എല്ലിന് ഞാൻ ഇഷ്ടമല്ല. അതിപ്പോൾ ബീഫായാലും ചിക്കനായാലും മട്ടനായാലും എന്തായാലും. മട്ടന് പിന്നെ ബോൺലെസ് ആരും തരാറില്ല, അല്ലെങ്കിൽ കീമായിട്ട് മേടിക്കും. ഇത് കൊള്ളാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കൂടുതൽ കരിഞ്ഞു പോയില്ലേ എന്നൊരു തോന്നലുണ്ട് എനിക്ക്. ഞാനത് തന്നെ പറഞ്ഞു, കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇതിപ്പം കളർ ഡിഫറൻസ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, ഇങ്ങനത്തെ ഡീപ്പ് ഫ്രൈ ആണെങ്കിൽ. ഞാൻ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് കാണിക്കുന്ന വീഡിയോയിൽ ഈ നിറമല്ല, കുറച്ച് ഒരു പൊടിക്ക് കരിഞ്ഞു. പക്ഷേ ടേസ്റ്റ് നല്ല പോലെ ഉണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഈ ഡിപ്പിന് 25 രൂപ വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇത് കൂടെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് 25 രൂപ എടുത്ത് മേടിച്ച് കൊള്ളാം. സാധനം കൊള്ളാം. എന്തായാലും വേണ്ട, നല്ല നല്ല കട്ടിയുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ഇല്ല. പ്രോപ്പർ ഗാർലിക് ഡിപ്പാണ്. കൊള്ളാം, നല്ല സാധനമാണ്, നല്ല ഫ്രഷുമാണ്. എനിക്ക് നല്ല തണുത്ത ഡിപ്പ് കഴിക്കാനാണ് ഇഷ്ടം. ചിലയിടത്ത് ഇങ്ങനെ ഡിപ്പ് ചൂടായിട്ടിരിക്കും. എനിക്ക് ചൂട് ഡിപ്പ് അത്ര ഇഷ്ടമല്ല. തണുത്ത ഡിപ്പ്. ഇത് നമ്മുടെ ചിക്കൻ പോപ്സ്. ഇത് കൊള്ളാട്ടെ. നമുക്ക് ആ റേറ്റിന് കൊള്ളാം അല്ലേ? ആ റേറ്റിന് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഈ റേറ്റിന് ഞങ്ങൾ പറയുന്നത് ഒരു മോളിൽ വന്നത്തെ റേറ്റ് ആണ് കേട്ടോ. പുറത്ത് നമുക്ക് വേറെ കടകളിലൊക്കെ പോപ്സ് പൈസ കുറച്ച് കിട്ടുന്നതിനേക്കാളൊക്കെ. പക്ഷേ ഇതൊരു മോളാണ്, നമ്മൾ കാര്യം ആലോചിക്കണം. നല്ല സോഫ്റ്റ് ചിക്കൻ അല്ലേ, അൾട്രാ സോഫ്റ്റ് ഡേ, അൾട്രാ സോഫ്റ്റ്. നമ്മൾ സ്ഥിരം മേടിക്കുന്ന പോപ്സിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. ഇവർ തന്നെ ഉണ്ടാക്കണതുകൊണ്ട് നല്ല വ്യത്യാസം. മറ്റേ കമേഴ്ഷ്യൽ പോപ്സിൻ്റെ ടേസ്റ്റ് അല്ല. രണ്ടറ്റത്തെ ടേസ്റ്റുകൾ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഇവരുടെ കയ്യിൽ പ്രോപ്പർ ബ്രോസ്റ്റർ മെഷീനാണ് അകത്തിരിക്കുന്നത്. നമ്മൾ കാണുകയും ചെയ്തത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ മര്യാദക്കുള്ള ബ്രോസ്റ്റർ മെഷീൻ ആയിരിക്കും, അല്ലാതെ ഫ്രയറല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ സ്ഥലത്ത് ബ്രോസ്റ്റർ എന്ന് പേര് എഴുതി വെച്ചിട്ട് അകത്ത് ഫ്രയറിൽ മുക്കി വർത്താണ് തന്നത്. ബ്രോസ്റ്റർ എന്ന് പറഞ്ഞ മെഷീനിന് 1 ലക്ഷം രൂപ മുകളിൽ, 1.5 ലക്ഷം രൂപ മുകളിലൊക്കെയാണ് വില വരുന്നത്. ഫ്രയറിന് വെറും 25,000 രൂപ റേറ്റേ വരുള്ളൂ. അപ്പോൾ രണ്ട് മെത്തേഡാണ്. ഫ്രയർ എന്ന് പറഞ്ഞാൽ വെറുതെ എണ്ണയിലേക്ക് മുക്കി പൊരിച്ച് എടുക്കുക. ചിക്കൻ ഫ്രൈ പോലെ തന്നെ വ്യത്യാസം. അതൊരു എന്താ പറയുക, ഇലക്ട്രിക്കൽ ഫ്രയറിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കണമായിരിക്കും. ചിലപ്പോൾ ഇലക്ട്രിക്കലാവാം,
ചിലപ്പോൾ എയർ ഫ്രയർ ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ബ്രോസ്റ്റർ എന്ന് പറഞ്ഞാൽ അതല്ല. ബ്രോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ ഫ്രയർ വിത്ത് കുക്കറാണ്. അത് അടഞ്ഞിരിക്കും, അതിനകത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അത് പൂട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ മുകളിൽ ഒരു വലിയൊരു എന്താണ് ഒരു ചക്രം പോലത്തെ ഒരു സാധനമുണ്ട്, ചക്രമല്ല ഒരു ലിഡ്, അത് റൗണ്ട് ചെയ്ത് ക്ലോസ് ഒക്കെ ചെയ്യണം. ഞാൻ ഇവിടെ അതേ സൈഡിൽ കാണിച്ചു തരാം ബ്രോസ്റ്റർ എന്താണെന്നുള്ള. ബ്രോസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ഉണ്ടാക്കിയത്. ബ്രോസ്റ്റഡ് ഫ്രൈഡും രണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ ചെല്ലുമ്പോൾ എൻ്റെ അഭിപ്രായം എന്നാൽ നേരെ ചെല്ലാണ്ട് അവരോട് ചോദിക്കുക ഫ്രൈഡ് ആണോ ബ്രോസ്റ്റ് ആണോ. അവർ ബ്രോസ്റ്റാന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റർ കാണണമെന്ന് പറയാം. അപ്പം ഇവരുടെ കള്ളി പുറത്താവും. ഇവന്മാരുടെ ഉടായ്പ അപ്പം തന്നെ പിടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ കടകൾ പിടിച്ചിട്ടുണ്ട്. ബ്രോസ്റ്റർ എവിടെ നിൽക്കുമ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഫ്രയർ ആയിരിക്കും. ഫില്ലറ്റ് പോലെ അല്ലേ? ആ അത് തന്നെ, ഫിഷ് ഫില്ലറ്റൊക്കെ പോലെ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അതെ, മനസ്സിലായി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ സൗദിയിൽ ജിദ്ദയിലുള്ള അൽബേക്ക് അല്ലട്ടത്. അത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഇവിടെ അൽബേക്ക് ഫിയസ്റ്റോ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വന്ന ഒരു ബ്രാൻഡാണ്. ഇത് നമ്മുടെ സൗദി ജിദ്ദയിലുള്ള അൽബേക്കായിട്ട് ഒരു ബന്ധമില്ല. സൗദി ജിദ്ദയിലുള്ള അൽബേക്ക് ആകെ ഔട്ട്ലെറ്റ്സ് ഉള്ളത്, സൗദിയുടെ പുറത്തുള്ളത് നമ്മുടെ ദുബായിൽ മോൾ ഓഫ് എമിറേറ്റ്സിലും ദുബായ് മോളിലും മാത്രമാണ്, വേറെ എങ്ങുമില്ല. അതും അവർ ഖത്തറിലൊക്കെ ഇങ്ങനെ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് വന്നപ്പോൾ പോപ്പപ്പായിട്ട് അവരവിടെ ഔട്ട്ലെറ്റ് ഇടാറുണ്ട്. അല്ലാതെ വേറെ എങ്ങും ഒറിജിനൽ അൽബേക്ക്, ഇത് മറ്റേ അൽബേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയുടെ കാർട്ടൂൺ ടൈപ്പ് പടമുള്ള ആ അൽബേക്ക് അല്ല ഇത്. ഇവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1991 ഇവർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയായിരുന്നു. ഇവരുടെ അൽബേക്ക് ഫിയസ്റ്റോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതും ഇവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടുത്തെ അല്ല. ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് മറ്റേ ടവർ ജ്യൂസൊക്കെ കുടിച്ചത് നമ്മുടെ കാമശ്ശേരിയിലുള്ള ബ്രാൻഡ്, അതാണ് ആദ്യത്തെ എറണാകുളത്തെ ഔട്ട്ലെറ്റ്. വേറെ ചില കുറേ ഇവിടുത്തെ ഉടായിപ്പ് ഫുഡ് ബ്ലോഗേഴ്സ് ഇതാണ് ആദ്യത്തെ ഔട്ട്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടെന്ന് തള്ളാണ്ട് ഇവിടെ. അത് നമ്മൾ വിത്ത് പ്രൂഫ് പൊളിച്ചടക്കാൻ തയ്യാറാണ്. കാരണം വെച്ചാൽ ഇവരുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് കാമശ്ശേരിയിലാണ്. നമ്മൾ പോയിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ട് ഗിവ് അവേ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവരുടെ വെബ്സൈറ്റ്, അൽബേക്ക് ഇന്ത്യ അങ്ങനെ തുടങ്ങണ്ട, india.com. അവിടെ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അബൌട്ട് ദിസ് പേജ് എടുത്ത് നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും കേട്ടോ. വേണ്ട, ഇതിൻ്റെ ഓണർ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് കേട്ടോ. പുള്ളിനെയും മകനെയും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ? വീണ്ടും നിങ്ങൾ അവരുടെ അവർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സംഭവം എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അപ്പോൾ 1991 മലപ്പുറത്താണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവമാണ്. ഈവൻ എന്താണ് ഇവിടെ മറ്റേ എന്താ പറയുക എടപ്പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ മറന്നത്, എവിടെ ഉണ്ടത്. എന്തായാലും നമ്മുടെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്തൊക്കെ അതെടുത്ത് കണ്ടു നോക്കിയാൽ മതി. ഇത് എവിടെയുണ്ട് 2019 സ്റ്റാർട്ടഡ് ഇൻ എറണാകുളം. അത് എടപ്പള്ളിയിലെ കളമശ്ശേരിയിലായിരുന്നു. എന്നിട്ടാണ് ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒന്ന് തള്ളണം. ഇത് ഒരു വിവരമില്ലാതെ ചുമ്മാ വന്ന് ഇരുന്ന് തള്ളി മറ്റേ ഒരൊറ്റ തള്ള എന്നുള്ള അവസ്ഥയാണ് സംഭവം. ഒറ്റ തള്ള്. ഇവിടെയുള്ള ഒരു ഭൂരിഭാഗം ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരു സാധനം അറിഞ്ഞിട്ടൊന്നുമില്ല, വന്ന് വെച്ച് തള്ളി കീറാണ്. കുറേ പൈസയും മേടിക്കും, വന്നിട്ട് മറ്റേ ലോകത്തെ ബെസ്റ്റാന്ന് പറഞ്ഞ് മണ്ടത്തരവും പറയണ മാത്രമല്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. ഇതാണ് മെയിൻ പരിപാടി. ഇതിൻ്റെയൊക്കെ ഓണറാണ് അങ്ങേര് മറ്റേ വീട്ടിൽ നിൽക്കണമെങ്കിൽ തെറിച്ച് പോയി സെറ്റിൽ വീഴും. അമ്മാര് തള്ളാക്കാണ് തള്ളുന്നത്. പിന്നെ അവർ പിന്നെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് എന്ത് ചെയ്യാൻ, അവർക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പാവങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരായിട്ട് ഉടക്കാൻ പോയ നാളെ വന്നിട്ട് ഇവന്മാർ ഫുഡ് കഴിച്ചിട്ട് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ടെന്നേ, നല്ല രീതിയിലുണ്ട്. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തില്ലെങ്കിൽ എന്താണ് എന്നിട്ട് ഫുഡിനെ പറ്റി മോശം അഭിപ്രായം പറയുന്ന കുറേ ടീമുകളുണ്ട്. കൺസിഡറിങ് ദിസ് ഇസ് എ മോൾ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ മറ്റേ പൈസ മേടിച്ച് ഫുഡിന് പ്രൊമോഷൻ ചെയ്യണ പരിപാടിയില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ബില്ല് പൈസ കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. ഈവൻ ഞങ്ങളെ എവിടെയെങ്കിലും വെറുതെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചാൽ പോലും ഞങ്ങൾ പറയുന്ന ആദ്യത്തെ കാര്യമുള്ളൂ ഉള്ള കാര്യമൊന്നും വീഡിയോ പറയും. അത് പറ്റുമെങ്കിൽ മാത്രം ഞങ്ങൾ വരുന്നുള്ളതെന്നുള്ളത്. അതും അത്രയും ട്രാൻസ്പെറൻസി കാണിക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രം നമ്മൾ പോകത്തോ വരുള്ളൂ. അത് ഞാൻ ഭയങ്കര സെലക്റ്റീവായിട്ട് ഞാൻ നോക്കുള്ളൂ. ഇപ്പോൾ ഹലീം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അഗ്നേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അറിയാം, ഞാൻ വന്ന വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുന്നുള്ളത്.
പണ്ടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഓരോരുത്തർ ഫുഡ് കഴിച്ചു വെക്കാൻ വേണ്ടിയായിട്ട് നമുക്ക് സാമ്പിൾ അയച്ചു തരുമായിരുന്നു, ഓരോ സാധനങ്ങൾ തയ്ക്കുമായിരുന്നു. ഞാൻ അവരോട് പറയുന്നതിനുണ്ട്, എനിക്ക് ഒരു ഫുഡിൻ്റെ ഒരു ഐറ്റം വീതം തന്നാൽ മതി, അത് ഞാൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുള്ളൂ. അല്ലാതെ ഞാൻ ഷുഗർ കോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് വീഡിയോ ഇടാതിരിക്കില്ല. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം അയച്ചാൽ മതി എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴും ഒരുപാട് പേര് അയക്കാൻ തയ്യാറാണ്, പക്ഷേ ഞാനിപ്പോൾ അത് എടുക്കുന്നത് നിർത്തി. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തി. അത് വേറെ കൊണ്ടൊന്നും വെച്ചിട്ടല്ല, ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യുന്നത് വളരെ വളരെ റെയറാണ്. ഇപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോഴും എന്താ വ്ളോഗ് ചെയ്യാൻ വേണ്ടി എവിടെ പോയാലും അതിനുള്ള ഇതുണ്ട്. അതായത് ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ അയച്ചു തരാനൊക്കെ തയ്യാറ്. പക്ഷേ എനിക്ക് താല്പര്യമില്ല ഒന്നും ചെയ്യാൻ.